അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പറയാൻ പോണത് പ്ലാനറിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും നല്ല നല്ല ശീലങ്ങൾ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഇപ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾ മറന്നു പോവാതെ, ചിലപ്പോൾ ഇന്നലെ കിട്ടിയ ആ മോട്ടിവേഷൻ ഇന്നും നമുക്ക് കിട്ടി ഒന്നും ഇല്ല അല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ എന്തായാലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ പിന്നെ അത് മറന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ മറന്നു പോവാതിരിക്കാനും നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ഉള്ളിലുള്ള ആ ഒരു ചിന്തനെ നമുക്ക് എപ്പോഴും അത് നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതി സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ടൈമൊക്കെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങൾ ചെയ്താൽ മതി. പ്രാക്ടിക്കൽ സൈഡ് നോക്കിയാൽ മതി. നമുക്ക് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ട് എഴുതി വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ നോട്ട്ബുക്കാണ്. എങ്ങനെ പ്ലാനർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരു നോട്ട്ബുക്കാണ്. ഒരു A4 സൈസിൻ്റെ നീളത്തിലും പിന്നെ കുറച്ച് വീതി കുറവുണ്ടെന്നുള്ളൂ, അങ്ങനത്തെ ഒരു നോട്ട്ബുക്ക്. അപ്പോൾ എങ്ങനത്തെ ബുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിൻ്റെ മുന്നേ പ്ലെയിൻ ബുക്കിൽ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഒരു കുഞ്ഞു ബുക്ക്, അതിൽ ചെയ്തിട്ടുള്ള പിന്നെ ബുള്ളറ്റ് ജേർണലിങ് ഐഡിയാസൊക്കെ ഇതിലുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഞാനിതിൽ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്ലാനർ സെറ്റപ്പാണ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇങ്ങനത്തെ പ്ലാനേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. നല്ല വിലയൊക്കെ കൊടുത്ത് അങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് അതിന്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ബഡ്ജറ്റ് ഫ്രീ എന്ന് തന്നെ പറയാം. ഒരു സാധാരണ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ആ ഒരു ബുക്ക് അതിനായിട്ട് തന്നെ മാറ്റി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിൽ ഈ ഒരു ബുക്കിൽ ഇപ്പം ഞാൻ എങ്ങനെയാണ് ഈ ഒരു മാസം പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു കാലണ്ടർ കൊടുത്തു. സെപ്റ്റംബർ എന്ന് എഴുതി. അതിൻ്റെ ഒരു കാലണ്ടർ ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവാൻ ഈ ഒരു മാസത്തെ ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഗോൾസ്, എന്തൊക്കെ ഈ മാസം ചെയ്ത് തീർക്കാനുണ്ട് അതായത് അതിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവിടെ എഴുതിയാൽ മതി. കുറേ കാര്യങ്ങൾ എഴുതിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആക്കി ഇടരുത്. അപ്പോൾ എന്തൊക്കെ ഈ മാസം നമുക്ക് വളരെ പ്രയോറിറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതിയിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു ദിവസങ്ങളത്തെ ശീലങ്ങൾ നമ്മൾ ഇപ്പോൾ അതിൽ പിന്നെ ക്ലീനിങ്, അതായത് സ്പീഡായിട്ടുള്ള ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്കൊരു ശീലമായിട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതാം. അതേപോലെ വെള്ളം കുടിക്കുന്നത്, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത്, ഇപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. നമ്മൾ ഡെയിലി അത് ഫോളോ അപ്പ് ചെയ്യണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഇനിയിപ്പോൾ നേരത്തെ എഴുന്നേൽക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. നേരത്തെ ഉറങ്ങാത്ത ആൾക്കാരാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു ഹാബിറ്റ് ട്രാക്കർ അത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മീൽ പ്ലാനിങ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും, വെള്ളം കുടിക്കണം, അതൊക്കെ നമുക്ക് ആ ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്താം. അതൊന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ പിന്നെ ഉള്ളത് മീൽ ട്രാക്കിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനൊരു 5 പേജസ് എടുത്തിട്ടുണ്ട്. 5 പേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെപ്റ്റംബറിൽ 5 ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഓരോ ആഴ്ചയ്ക്ക് ഓരോ പേജ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മീൽ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെ മീൽ പ്ലാനിങ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഒരു പേജ് നോട്ട്സിനായിട്ട് എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള അപ്പോയിൻമെൻറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ, അതിനൊക്കെ സെപ്പറേറ്റ് ട്രാക്കേഴ്സായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ മൂഡ് ട്രാക്കേഴ്സ്, അങ്ങനെ ഈ ബുള്ളറ്റ് ജേർണലിങ്ങിൽ ഒരുപാട് ഐഡിയാസ് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാനിത് വളരെ ഷോർട്ടായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ എഴുതിയിട്ടുള്ളൂ. അതുപോലെ നിങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പേജ് അതിനാക്കിയിട്ട് കണക്കാക്കാം. അങ്ങനെ പലതും. അപ്പോൾ ഇതിൽ നിന്ന് ബിഗിനേഴ്സിന് ഒരു നല്ലൊരു ഐഡിയ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു രീതിയിൽ ഒരു പ്ലാനർ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാസത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്തെടുക്കാനും നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റും. അതേപോലെ പല ട്രാക്കേഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. മൂഡ് ട്രാക്കേഴ്സ്, അതേപോലെ
പിന്നെ ഈ ഹാബിറ്റ് ട്രാക്കേഴ്സ് തന്നെ പല രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ എഴുതാൻ പറ്റും. അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ പലതും കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെയൊക്കെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അതും പറയാം. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. മീൽ പ്ലാനിങ്, ജേർണലിങ് എങ്ങനെയെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Till then, stay safe and thank you so much for watching.